കഅബ ശരീഫിന്റെ മുന്നിൽ റസൂൽ സുജൂദ് ചെയ്യുമ്പോ അബൂലഹബും കൂട്ടരും ഇത് കണ്ടുനിന്ന് റസൂലുള്ളാഹിനെ കളിയാക്കി ചിരിക്കുമ്പോ അടുത്തിരുന്ന ഒട്ടകത്തിന്റെ കുടൽമാല പ്രവാചകർ തിരുമേനിയുടെ കഴുത്തിലേക്ക് അബൂലഹബ് എടുത്തുകൊണ്ടുവന്നണയുമ്പോ സുജൂദിൽ നിന്നും നിവരാൻ കഴിയാതെ ലോകത്തിന്റെ തിരുദൂതരായ മുത്തുപ്രവാചകർ സുജൂദിൽ കിടന്നു നന്നേ വിഷമിക്കുമ്പോ ദൂരെ നിന്നേ ഇത് കണ്ടു നിൽക്കുന്ന ഹസ്രത്ത് ഖദീജ, ചരിത്രത്തിന്റെ താളരംഗങ്ങളെ തോളേറ്റിയ ഖദീജ, ഇതിഹാസതുല്യയായ വനിതാരത്നമേ ഖദീജ. ഖദീജ ബീവി മോളായ ഫാത്തിമാനെ വിളിച്ചു പറയുകയാണ്, മോളെ ഫാത്തിമ, പിതാവിന്റെ കഴുത്തിലെ കഥാ ഒട്ടകത്തിന്റെ ചീഞ്ഞടിഞ്ഞ ദുർഗന്ധമുള്ള ചീഞ്ഞണിഞ്ഞ് ദുർഗന്ധം വരുന്ന കുടൽമാല കടന്ന മോളെ, അബൂലഹബും കൂട്ടരുമതാ പിതാവിന്റെ കഴുത്തിലെ കണിഞ്ഞിരിക്കുന്നു മോളെ, അതെടുത്തു പോയി മാറ്റിയാലും എന്ന് ഖദീജ ബീവി കുഞ്ഞായ പൊന്നുമോളായ ഫാത്തിമാനോട് അരുൾ ചെയ്യുമ്പോ ഫാത്തിമ ബീവി പിഞ്ചോമന പോയിട്ട് പിതാവിന്റെ കഴുത്തിൽ നിന്ന ഒട്ടകത്തിന്റെ കുടൽമാല കഷ്ണങ്ങൾ ഓരോന്നോരോന്നെടുത്ത് മാറ്റുമ്പോ മലായികത്തുകൾ നോക്കി നിൽക്കുന്ന സന്ദർഭമാണ്. മക്കാ നഗരി തരിച്ചു നിൽക്കുന്ന നേരമാണ്. ശത്രുക്കളാൽ കഠിനമായി റസൂലുള്ള പരീക്ഷിക്കപ്പെടുന്ന നേരമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തായ ഫാത്തിമാനെ പ്രവാചകരെടുത്ത് വാരിപ്പുണരുമ്പോ കവളിലേക്ക് മുത്തം വെക്കുമ്പോ മോളെ ഫാത്തിമ, സങ്കടങ്ങൾ മാറുന്ന കാലം വരും ഫാത്തിമ, അഭിമാനമുയരുന്ന ഇസ്സത്ത് വരുന്ന കാലമുണ്ടാവും ഫാത്തിമ മോളെ, എല്ലാ ദുഃഖങ്ങൾക്കും ഒരറുതിയുണ്ടാവുന്ന കാലം വരും ഫാത്തിമ. കരയല്ല മോളെ, കണ്ണീരണയല്ല മോളെ, കവിളിലൂടെ കണ്ണീർ തുടയ്ക്കൂ മോളെ ഫാത്തിമ. സങ്കടങ്ങൾ മാറി സന്തോഷത്തിന്റെ പൊൻപുലരി പിറക്കുന്ന ഒരു സുപ്രഭാതം ആഗമനം ചെയ്യും എന്റെ മോളെ ഫാത്തിമ, സമാധാനിക്കു മോളെ എന്ന് പ്രിയപ്പെട്ട പിതാവ് മോളുടെ കണ്ണീർ തടങ്ങളെ തുടച്ചു മാറ്റിയിട്ട് ആശ്വാസവാക്ക് പറയുമ്പോ ഖദീജ ബീവി ദൂരെ നിന്നേ കണ്ണുനീർ തൂകി പുഞ്ചിരി തൂകുമ്പോ ചരിത്രത്തിന്റെ ഇതിഹാസ തുല്യമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോ ധീരമായി നിൽക്കു രണ്ട് പെൺസിംഹങ്ങളാണ്, രണ്ട് കരുത്താർന്ന പെൺസിംഹങ്ങളാണ്. ഒന്ന് ഹസ്രത്ത് ഖദീജ, ഒന്ന് ചരിത്രത്തിന്റെ പുളകമേ ഖദീജ. ഖദീജാന് എനിക്ക് ചെയ്ത ഉപകാരങ്ങളെക്കാളും വലിയ ഉപകാരമൊന്നും മറ്റാരും ചെയ്തില്ല ആയിഷ. ഖദീജാനോടുള്ള എനിക്കുള്ള ഇഷ്ടമൊന്നും വേറെ ആരോടും എനിക്കില്ല ആയിഷ. ഖദീജ എനിക്ക് ചെയ്തു തന്ന പോലെയൊന്നും മറ്റാരും എനിക്ക് ചെയ്തു തന്നില്ല ആയിഷ എന്ന് റസൂല് പറഞ്ഞ അസ്രത്ത് ഖദീജ, സയ്യിദ ഖദീജ, ഉമ്മുൽ മുഅ്മിനീന ഖദീജ, ഖദീജത്തുൽ കുബ്രാ, ഇന്നി റുസ്ഖ്തു ഹുബ്ബഹാ. ഖദീജയോട് എനിക്കുള്ള സ്നേഹം ആയിഷ, അത് എന്നിൽ നിന്നുണ്ടായ സ്നേഹമല്ല, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മനസ്സിലേക്ക് സ്ഥാപിച്ച സ്നേഹമാണ്. അതെന്നിൽ നിന്നും ഉണ്ടാകുന്ന ഭൗതികമായൊരു സ്നേഹമല്ല, അത് റുസ്ഖ്തു ഹുബ്ബഹാ, അത് അല്ലാഹു നിക്ഷേപിക്കുന്നതാണ്. അത് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എൻ്റെ മനസ്സിലേക്ക് ഇട്ട് തന്ന ഒരിക്കലും മാഞ്ഞു പോവാത്ത തേഞ്ഞു പോവാത്ത പരിശുദ്ധമായ സ്നേഹമാണ്. അത് അല്ലാഹു നൽകുന്ന സ്നേഹമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയോട് സലാം പറഞ്ഞേക്കണേ, അല്ലാഹുവിന്റെ സലാം നിങ്ങൾ ഖദീജാനോട് പറയൂ എന്ന് ജിബ്രീൽ പറഞ്ഞ ഖദീജ ബീവിയാണ്. എന്റെ സലാമും ഖദീജ കറിയിച്ചേക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെയും അവന്റെ ദൂതനായ ജിബ്രീലിന്റെയും സ്നേഹമേറ്റുവാങ്ങാൻ ഭാഗ്യമുണ്ടായ ഖദീജ ബീവിയാണ്. ഫാത്തിമയോ ഫാത്തിമത്ത് സഹറ ബത്തൂൽ, ഫാത്തിമ ബീവി കരളിന്റെ കഷ്ണമാണ്, ഹൃദയത്തിന്റെ ഭാഗമാണ്, അത് ജീവന്റെ ഭാഗമാണ്. റസൂൽ ഫാത്തിമാനെ കാണാൻ എന്ത് സൗന്ദര്യമാണെന്ന് ആയിഷ ബീവി പോലും പറഞ്ഞ ഫാത്തിമത്താണ്. നബിയെ പോലെ തന്നെയുണ്ടല്ലോ അതേ രൂപഭാവം, അതേ നടത്തം പോലും അങ്ങനെ, പുഞ്ചിരി പോലും ഫാത്തിമാന്റെ മുഖത്ത് നോക്കുമ്പോ അള്ളാഹുവിന്റെ തിരുദൂതർ ചിരിക്കുന്ന പോലെയെന്ന് പറയുന്നതാരെന്നറിയുമോ? ആയിഷ, സയ്യിദുനാ ആയിഷ, സയ്യിദ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് ഖദീജ അങ്ങേക്ക് സലാം ഖദീജ. ജന്നത്തുൽ മുഅല്ലയിൽ, മക്കയുടെ ഓരത്തുള്ള ഹുജൂനിലെ ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ ഖദീജ, ഖദീജത്തുൽ കുബ്രാ, ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ.
ഖദീജ അങ്ങേക്ക് സലാം ഖദീജ, അങ്ങ് സഹിച്ച ത്യാഗങ്ങൾക്ക് അങ്ങേക്ക് സലാം ഖദീജ ബീവിയെ. സലാം ഉസ് पर जो सच्चा, सलाम उस पर जो സച്ചായി के खादिर दुख उताता. സത്യത്തിന് വേണ്ടി എല്ലാം സഹിച്ചോരെ ഷഅബ് അബീ ത്വാലിബിന്റെ താഴ്വരയിൽ വർഷങ്ങളോളം പട്ടിണി കിടന്നു വൃദ്ധയായിരുന്ന ഖദീജ ബീവി, മധ്യവയസ്കയായിരുന്ന ഖദീജ ബീവി, 50 വയസ്സോ 60 വയസ്സോ പ്രായമുണ്ടായിരുന്ന ഖദീജ ബീവി വർഷങ്ങളോളം പച്ചിലകൾ മാത്രം ഭക്ഷിച്ച് ഷഅബ് അബീ ത്വാലിബിന്റെ ഭ്രഷ്ടാക്കപ്പെട്ട താഴ്വരയിൽ പട്ടിണി കിടന്നില്ലയോ? പുല്ല് മാത്രം ഭക്ഷിച്ച് വർഷങ്ങളോളം പ്രായമായ ഖദീജ ബീവി പട്ടിണി കിടന്നില്ലയോ? സലാം ഉസ് पर जो सच्चाई के खातिर दुख उताता. सलाम उस पर जो सच्चाई के खादिर दुख उताता. സത്യത്തിന് വേണ്ടി അങ്ങ് സഹിച്ച സങ്കടങ്ങൾ എത്രയാണ് ഖദീജ. ജന്നത്തുൽ മുഅല്ലയിൽ ഇപ്പോഴും പൂത്തു നിൽക്കുന്ന വസന്തമേ, ഹുജൂനിന്റെ താഴ്വാരത്തെ പുളകിതമാക്കിയ വസന്തമേ, ഖദീജത്തുൽ കുബ്ര, അങ്ങ് സത്യത്തിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾക്കൊക്കെയും ഉമ്മുൽ മുഅ്മിനീനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവേ, അങ്ങേക്ക് സലാം ഓതുകയാണ് മാതാവേ. പ്രിയപ്പെട്ട ഉമ്മ അങ്ങേക്ക് സലാം. സലാം ഉസ് पर जो सच्चाई के खादिर दुख उताता. അങ്ങ് സഹിച്ച സങ്കടങ്ങൾക്ക്, നൊമ്പരങ്ങൾക്ക്, കണ്ണീർ പാടങ്ങൾക്ക്, അങ്ങയുടെ കവിളിലൂടെ കണ്ണീർ കടം കെട്ടിയൊഴുകിയ കണ്ണീർ തടങ്ങൾക്ക് ഖദീജ സലാം. സലാം ഉസ് पर भूखा रहकर औरों को खिलाता था. വിശന്ന് വലഞ്ഞിരുന്നപ്പോഴും അങ്ങ് അവർക്ക് ഭക്ഷണം ഊട്ടിയില്ലയോ? അങ്ങയ്ക്ക് വിശപ്പായിരുന്നിട്ടും അങ്ങും അങ്ങയുടെ പ്രവാചകരായ റസൂലും പാപങ്ങൾക്ക് ഭക്ഷണം ഊട്ടിയില്ലയോ? അവർ കന്നമൂട്ടിയില്ലയോ? അവരുടെ വിശപ്പിനൊരു സമാശ്വാസം നൽകിയില്ലയോ? തങ്ങളുടെ വിശപ്പ് വകവയ്ക്കാതെ വീട്ടിലേക്ക് വന്ന് കയറിയതാരോ അവരുടെ വിശപ്പിന് ശമനം കണ്ടില്ലയോ? നിങ്ങൾ അവരെന്റെ കണ്ണുനീരിന് അറുതിയേകിയില്ലയോ? ഖദീജ സലാം. സലാം 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 ഉസ് पर के जिसने ജോലിയാ വർദി ഫക്കീറോങ്കി. പാവങ്ങളുടെ മടിശീലകൾ ആരാണ് നിറച്ചു കൊടുത്തത്? പാവങ്ങളുടെ മടിശീലകൾ നിറച്ചു കൊടുത്തോരെ അങ്ങേക്ക് സലാം. പാവങ്ങളുടെ മടിശീലകൾ നിറച്ചു കൊടുത്തോരെ അങ്ങേക്ക് സലാം. ഹലീമ ബീബി കല്യാണത്തിന് വന്നപ്പോ, റസൂലുള്ളാഹിന്റെ കല്യാണത്തിന് ഹലീമ വന്നപ്പോ ഖദീജ ബീബി സമ്മാനം കൊടുക്കുകയാണ് ഭർത്താവിന്റെ മാതാവിന്. സമ്മാനം ചില്ലറ സമ്മാനങ്ങളല്ല, നിറയെ സമ്മാനങ്ങൾ. ഒട്ടകക്കൂട്ടങ്ങൾ നിറയെ, കുതിരസവാരികൾ നിറയെ, വലിയ വലിയ ഭാണ്ഡക്കെട്ടുകൾ നിറയെ, സ്വർണവും വെള്ളിയും എല്ലാം കൈകൾ നിറയെ. ആ നാട് മുഴുവനും സമ്പന്നമാവുന്ന തരത്തിലുള്ള സമ്മാനങ്ങൾ നിറയെ കൊടുത്തുവിട്ടു ഖദീജത്തുൽ കുബ്ര. സമ്പന്നയായിരുന്ന ഖദീജ, ധർമ്മിഷ്ഠയായിരുന്ന ഖദീജ. സലാം ഉസ് पर के जिसने ജോലിയാ വർദി ഫക്കീറോങ്കി. നിങ്ങളല്ലയോ പാവങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ നിറച്ചു കൊടുത്തത് ഖദീജ, നിങ്ങൾക്ക് മേലെ സലാം. സലാം ഉസ് पर जो सच्चाई के खादिर दुख उताता. സത്യത്തിന്റെ കൂടെ നിന്നപ്പോ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചോരെ, എല്ലാ സങ്കടങ്ങൾക്കും മറുതിയായോരെ, എല്ലാ സങ്കടങ്ങൾക്കും മീതെ എല്ലാ സങ്കടങ്ങളും സഹിച്ചോരെ സലാം. ജീവിതത്തിന്റെ വഴിയാത്രകളിൽ നമ്മൾ ഓർത്തു പോവുകയാണ്, മഹിളാരത്നങ്ങളെ ഓർക്കുകയാണ്, റസൂലുള്ളാഹിന്റെ കൂടെ നടന്ന സഹാബാ കിറാമിനെ ഓർക്കുകയാണ്. അവിടുത്തെ കൂടെ നടന്ന എത്രയെത്ര മഹിളാരത്നങ്ങളാണ്, ത്യാഗസമ്പന്നയായവർ. ജീവിതത്തിന്റെ വഴികളിൽ എല്ലാ ത്യാഗങ്ങളും ഏറ്റ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖയെ പോലെ, ഖദീജ ബീവിയെ പോലെ, ഫാത്തിമത്തു സഹറയെ പോലെ, ഉമ്മു ഐമനെ പോലെ എത്ര പേരാണ് ഉമ്മു ഐമനെ പോലെ, ഉമ്മു അമ്മാറയെ പോലെ, ഹലീമ ബീവിയെ പോലെ,
ആമിന ബീവിയെ പോലെ എത്രയെത്ര മഹത്തുക്കൾ, എത്രയെത്ര മഹിളാരത്നങ്ങളാണ്. സൈനബിനെ പോലെ, ഉമ്മു കുൽസൂമിനെ പോലെ, റുഖിയെ പോലെ, ഫാത്തിമ ബിൻത് അസദിനെ പോലെ എത്രയെത്ര മഹത്തുക്കൾ കടന്നുപോയ മണ്ണാണ്. എത്ര മഹത്വങ്ങൾ രചിച്ച മണ്ണാണ് അറേബ്യയുടെ മണൽത്തിട്ട മക്കാ മദീനയുടെ മണലാരണ്യങ്ങൾ. സലാം 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 ഉസ് പർ കെ ജിസ്നെ